പ്രിയ കലാസ്നേഹികളെ, 4ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ആര് പഠിപ്പിക്കും എന്ന പാഠഭാഗത്തിലെ നാടകാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആരവിടെ? എന്നോട് വരാൻ പറയും. എന്താണ് മഹാരാജൻ? ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. മനസ്സെ രംഗം 2. രാജാതിരാജൻ അക്ബർ ചക്രവർത്തി നിയമനം നൽകിയതെന്നാൽ വീടുമേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുമ്പേ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന്. ആരവിടെ? എന്നോട് വരാൻ പറയും. എന്താണ് ഇത്ര അധികം ഉത്തരങ്ങൾ? ഈ വീട്ടമ്മമാർക്കും അലക്കുകാരികൾക്കും കൃഷിക്കാർക്കും കാലുമേനർക്കും കർഷകർക്കും എന്താണ് എന്നെ പഠിപ്പിക്കാനുള്ളത്? ശരി, എന്നാൽ അവരെ കുറേശ്ശെയായി വിളിക്കൂ. അറിയില്ല. അതിനൊക്കെ കാരണങ്ങളുണ്ടോ? നമുക്കറിയില്ല. നമസ്കാരം തിരുമനസ്സേ. കാട്ടിലും പുൽമേട്ടിലും കളിച്ചു രസിക്കാൻ അങ്ങേക്ക് അറിയാമോ? കുസൃതി കാട്ടാനും ഇണങ്ങാനും പിണങ്ങാനും അങ്ങേക്ക് അറിയാമോ? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടമില്ല. ശരി തിരുമനസ്സേ. നമസ്കാരം തിരുമനസ്സേ. ഒരു തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ട് പോകാൻ അങ്ങേക്ക് അറിയാമോ? നന്നായി പാചകം ചെയ്യാൻ അങ്ങേക്ക് അറിയാമോ? ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോലും എന്നാൽ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അറിയാമോ? അറിയില്ല. എന്നാൽ ഒരു ഗാനമാകട്ടെ. നമസ്കാരം തിരുമനസ്സേ. ശരി തിരുമനസ്സേ. നൃത്തകിമാരെ പോലെ ഒരു നൃത്തം ചെയ്യാൻ അങ്ങേക്ക് അറിയാമോ? അറിയില്ല. എന്നാൽ ഒരു നൃത്തമാകട്ടെ. നമസ്കാരം തിരുമനസ്സേ.
അപ്പോൾ തിരുമനസ് ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും ചിലർക്ക് പ്രത്യേക വാസനയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകനാകാനും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും ആഗ്രഹിക്കുന്നു. ഓഹോ, അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ? ഞാൻ കരുതിയത് നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ ഇല്ലെന്നാണ്. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള ഓരോരുത്തർക്കും എന്നെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ബീർബൽ, നന്ദി. എന്റെ ആദ്യകാല അധ്യാപകരിൽ ഒരാളാണ്. തിരുമനസെ ബുദ്ധിമാനറിയാം, എല്ലാം പഠിക്കുക അസാധ്യമാണ്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതാണ് പഠിക്കേണ്ടത്. ശരി തിരുമനസെ. ബീർബൽ, വളരെ അർത്ഥമുള്ള വാക്കുകൾ. ഇത്രയും ബുദ്ധിമതിയായ ഒരു അധ്യാപകന് ലഭിച്ച താങ്കൾ ഒരു ഭാഗ്യവാനാണ് ബീർബൽ. ഇവർ ആരാണെന്ന് എന്നോട് പറയുന്നില്ലേ? ഇവർ ആരുമാകാം. അമ്മയാകാം, അമ്മൂമ്മയാകാം, ചിലപ്പോൾ അധ്യാപക തന്നെയാകാം. ഈ ലോകത്തിലെ ഓരോ പുൽക്കോടിക്കും നമ്മളെ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കാനുണ്ടെന്ന സന്ദേശത്തോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഠിപ്പിക്കുന്നുണ്ടെന്തോ